മോട്ടോമിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാറന്റി ഇട്ട് കൊടുക്കാമെന്നോ ഒന്നല്ലേ 3 മാസം വാറന്റി എടുക്കാം, അല്ലെ 10,000 കിലോമീറ്റർ ബെഞ്ച് വാറന്റി എടുക്കാവുന്ന ഒരു എഫ്റ്റിയാണ് ഇത് ചെക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പൊ 2012 മോഡൽ ഇന്നോവ ടൈപ്പ് 4 ആക്കിയ വണ്ടി വെറും റീവണ്ടിയുടെ വിലക്ക് നമ്മളിന്നുള്ളത് തലയോലപ്പറമ്പിലാണ്, കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ഫ്ലൈവീൽസ് ഓട്ടോമാൾ എന്ന യൂസ്ഡ് കാർ ഷോറൂമിലാണ് നമ്മളിന്നുള്ളത്. കഴിഞ്ഞ ഒരു 5 വർഷമായി തലയോലപ്പറമ്പിൽ ഈ ഒരു ഷോറൂം ഉണ്ട്. ഇവിടെയുള്ള ഏകദേശം 0 ഡൗൺ പേയ്മെന്റ് വണ്ടികളും കുറച്ച് ലോ ബഡ്ജറ്റ് വാഹനങ്ങളും നമുക്കിന്ന് പരിചയപ്പെടാം. ഫ്ലൈവീൽസിന് തലയോലപ്പറമ്പിൽ 2 ഷോറൂമുകളുണ്ട്. 2 ഷോറൂമുകളിലായിട്ട് ഏകദേശം 100ഓളം യൂസ്ഡ് കാറുകൾ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ടാക്സി കാറുകളുണ്ട്, അതുപോലെ തന്നെ 0 ഡൗൺ പേയ്മെന്റിൽ കിട്ടുന്ന കാറുകളുണ്ട്, ലോ ബഡ്ജറ്റ് കാറുകളുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് വാഹനങ്ങളുടെ വില നിലവാരം കണ്ടു നോക്കാം. ഡൗൺലോഡ് ഉണ്ടാവും മോട്ടോമിത്ര ആപ്പ്. നമസ്കാരം. നമസ്കാരം. ഫ്ലൈവീൽസിന്റെ അതൊക്കെ ഞങ്ങള് കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. അപ്പൊ എന്തായാലും ഫ്ലൈവീൽസ് ആണ് ഞങ്ങൾക്ക് അതിനുള്ള നന്ദി പറയുന്നത്. അമേരിക്ക ഞാനിപ്പോ വന്നു, ഞങ്ങളുടെ 2 ഷോറൂമുകളുണ്ട്. ഏകദേശം 5 വർഷമായി ഉണ്ട്. നമ്മൾ മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് മാക്സിമം ഹൈ ക്വാളിറ്റി കാറുകൾ 100% ഗ്യാരണ്ടിയോട് കൂടി എല്ലാ കാര്യങ്ങളും 1/2 ഡീറ്റെയിൽസ് കസ്റ്റമറോട് പറഞ്ഞ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. ചെറിയ 10-20 രൂപ ഡൗൺ പേയ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ളവരാണ് നമ്മളൊക്കെ കൂടുതലും വന്നത്. അപ്പൊ മാക്സിമം അതായത് വില കുറച്ച് തന്നെ ഹൈ ക്വാളിറ്റി കാറുകൾ പ്രൊവൈഡ് ചെയ്യാണ് നമ്മുടെ ഇത്. അതായത് ഇപ്പൊ ഒരു സ്കൂട്ടർ ആയിട്ട് വന്നാൽ പോലും നമുക്ക് അവരുടെ ആ വണ്ടി എടുത്തിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടൊരു കാറ് നമുക്ക് ഫിനാൻസ് ഇട്ട് കൊടുക്കാം. എമൗണ്ട് 10 പൈസ കയ്യിൽ ഇല്ലാത്തവരാണെങ്കിലും മാക്സിമം ബഡ്ജറ്റ് കുറച്ച് തന്നെ നമുക്ക് ഫുൾ ഫിനാൻസിലൊക്കെ ഇറങ്ങി കൊടുക്കാം. ഇഷ്ടംപോലെ കാറുകൾ നമ്മുടെ അവൈലബിൾ ആണ്. അതുകൂടാണ്ട് ഇഷ്ടംപോലെ ടാക്സി വണ്ടികൾ അവൈലബിൾ ആണ്. വണ്ടികൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അത് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടികളാണ് നമ്മുടെ ഡയറക്റ്റ് പാർട്ടികളുടെ കയ്യിൽ നിന്ന് മാത്രം എടുക്കുന്ന വണ്ടികളാണ്. ഫുള്ള് ചെക്ക് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ വിനീഷ് ബ്രോ, 0 ഡൗൺ പേയ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് എല്ലാവർക്കും പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ ഒന്നും കാണിച്ചാലോ? 2008 മോഡൽ സാൻഡ്രോ ആണ് ഇത്. 2028 വരെ പേപ്പർ ഉണ്ട്. പുത്തൻ ടെസ്റ്റ്, പുത്തൻ പേപ്പർ, 4 പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ആണ് വണ്ടിയിൽ കിടക്കുന്നത്. അതായത് ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നോക്കിയാലും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ലോകത്തെങ്ങും കിട്ടാത്തൊരു വില, വെറും 65,000 രൂപക്ക് ഈ കാർ നമുക്ക് സ്വന്തമാക്കാം. അപ്പൊ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഓടിക്കാൻ പഠിക്കുന്നവർക്കല്ല, അത്യാവശ്യം ഒരു ഫാമിലി യൂസിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു വണ്ടി. ഫുള്ള് അതായത് ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കണ വണ്ടി, സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയാണ് ഇത്. 2009 വണ്ടിയാണ് ഇത്. ഫുൾ സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടി. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഹെഡ് എന്ന് പറയാൻ മേജർ റീപ്ലേസ് ഒന്നുമില്ല. ഗ്ലാസ് റീപ്ലേസ് ആക്കിയിട്ടുണ്ട്, അതും ചിന്നൽ വന്നിട്ട് ആക്കിയേക്കണാണ്. അല്ലാണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ വണ്ടി. ഇതും ചെറിയ വിലക്ക് നമുക്ക് കൊടുത്തേക്കാം, വെറും 1,35,000 രൂപക്ക്. 2009 വണ്ടി, ഫുൾ പേപ്പറുള്ള വണ്ടി. 29 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ചെറിയ വിലക്ക് ഇപ്പൊ നമ്മുടെ അടുത്തുള്ളവർ അല്ലെങ്കിൽ ചെറിയ എമൗണ്ട് ഒക്കെ വേണമെങ്കിൽ ഇതിന് ഫിനാൻസും കിട്ടും കേട്ടോ. ഒരു 10-25 രൂപയൊക്കെ വേണമെങ്കിൽ ഫിനാൻസ് കിട്ടും, നമുക്ക് കൊടുക്കാവുന്നതാണ്. ചെറിയൊരു ബഡ്ജറ്റ്. മാരുതിയുടെ വെറും 60,000 കിലോമീറ്റർ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. എല്ലാ അതായത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. വെറും 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 4 ലക്ഷം രൂപക്ക് 2014 മോഡൽ സ്വിഫ്റ്റ് VXi പെട്രോൾ വണ്ടിയാണ്. 81,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ് വണ്ടി, ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി. ഫുൾ ഫിനാൻസ് ഇട്ട് നമുക്ക് ഇത് വണ്ടി ഇറക്കാം. ഫുൾ ഫിനാൻസ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഓരോരുത്തർ ചോദിക്കുന്ന തന്നെ കണ്ടു. 2013 വണ്ടിക്ക് 4,30,000 ചോദിക്കുന്നത്. 4 EMI 4 രൂപ ലോൺ ഇടുവാണെങ്കിൽ നമ്മളിപ്പോ 5 വർഷത്തേക്കാണെങ്കിൽ 1 ലക്ഷം രൂപക്ക് 2,400 റേഞ്ച് വെച്ച് അടവ് വരും. അതേസമയം 3 വർഷത്തേക്കാണെങ്കിൽ 2,700, 2,800 റേഞ്ച് വെച്ച് അടവ് വരും. ഇത് 2014 മോഡൽ ആൾട്ടോ 800. ഇത് 64,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് 2 ലക്ഷം രൂപക്ക് നമുക്ക് ഇറക്കി കൊടുക്കാവുന്ന ഒരു വണ്ടിയാണ്. ഇത് 63,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഫുള്ള് കണ്ടീഷൻ വണ്ടിയാണ്. പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ആണ്. ഇന്റീരിയർ ഇതൊക്കെ നമുക്ക് ഫുൾ ഫിനാൻസ് കിട്ടും. ഇത് നമുക്ക് 5 വർഷം വരെ നമുക്ക് കിട്ടും. 5,000 രൂപ റേഞ്ചിൽ നമുക്ക് അടവ് നിർത്താമല്ലോ. 2 രൂപ ഇടുവാണെങ്കിൽ ആ റേഞ്ച് വരുള്ളൂ. 4,800 രൂപ അങ്ങനെ ഒരു റേഞ്ചാണ് അടവ് വരുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ 2014 മോഡൽ ഇയോൺ എറ പ്ലസ് സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. 70,000 കിലോമീറ്റർ. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നമുക്ക് വെറും 1,85,000 രൂപ കൊടുക്കാം കേട്ടോ. 1,85,000 ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഫുൾ ഫിനാൻസ് കിട്ടും. എന്തെങ്കിലും കുറവുണ്ടെങ്കിലും 10 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാവുന്ന ഒരു വണ്ടിയാണ്. ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കി കൊടുക്കാവുന്ന വണ്ടിയാണ്. അതുപോലെ 2023 മോഡൽ ആൾട്ടോ ടാക്സിയാണ്. ടാക്സി വണ്ടികൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് CNG അല്ല, പ്യൂർ പെട്രോൾ വണ്ടി. 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. 2023 കണ്ടോ, 23 2ാം മാസം പുത്തൻ വണ്ടി. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
ഇപ്പൊ യൂബർ കാര്യങ്ങളൊക്കെ ഓടാൻ നടക്കുന്നവർക്ക് വേണമെങ്കിൽ ഡെയിലി ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതും ചെറിയ വിലക്ക് തന്നേക്കാം. അപ്പൊ 3,55,000 രൂപ തന്നേക്കാം. 3,55,000 തന്നേക്കാം. ഇതിന് ലോൺ നമുക്കൊരു 3 വരെ ലോൺ വരും. 10-40 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാവുന്നതാണ്. ഓട്ടോമാറ്റിക്കല് വാഗണാർ 2018 മോഡൽ വാഗണാർ VXI മാനുവൽ വണ്ടിയുടെ പ്രൈസിന് തന്നേക്കാം. എത്ര രൂപ? 4,77,000 രൂപ ഫൈനൽ തരാം. 4,75 തന്നേക്കാം. ഇത് വെറും 30,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഉള്ള ഒരു ഡോക്ടർ പേര് കിടക്കണ തന്നെ വണ്ടി. ആക്സിഡന്റ് റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. 4 രൂപയൊക്കെ നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് ഈ വണ്ടിക്ക്. ഫുള്ള് കണ്ടീഷൻ വണ്ടി. 30,000 കിലോമീറ്റർ അപ് ടു ഡേറ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റൂല. ഈ വണ്ടിക്ക് നമുക്കൊരു 4 രൂപ വരെ ലോഡ് കയറും. 2017 മോഡൽ ഹോണ്ട സിറ്റി ടോപ്പിന്റെ വണ്ടിയാണ്. വി ഓപ്ഷൻ വണ്ടി. പെട്രോൾ വണ്ടിയാണ്. ഡീസൽ അല്ല, പെട്രോൾ വേരിയന്റ് വണ്ടിയാണ്. 63,000 കിലോമീറ്റർ. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മാക്സിമം വില കുറച്ച് വെറും 6,99,000 രൂപ കൊടുത്തേക്കാം. ഫുൾ ഫിനാൻസ് ആയിട്ട് കൊടുത്തേക്കാം. ഒട്ടും ഡൗൺ പേയ്മെന്റ് തരേണ്ട ആവശ്യമില്ല. കസ്റ്റമർ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം. മാക്സിമം നമുക്ക് ഫുൾ ലോൺ ഇട്ട് കൊടുക്കാവുന്ന വണ്ടിയാണ്. ഇത് ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടി. പുഷ്പട്ടൻ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വന്നാണ്. ടോപ്പൻ ഉണ്ട് തൊട്ട് താഴത്ത്. സൺറൂഫ് ഇല്ലാന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഹോണ്ടയുടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു വണ്ടിയാണ് ബ്രിയോ. ഓട്ടോമാറ്റിക് വണ്ടിയാണിത്. 2013 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ ഓയിട്ടുള്ളൂ. ഇതും ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. ഈ വണ്ടിക്ക് ഇപ്പൊ ഏത് കുത്തനെയുള്ള ഏറ്റത്തിൽ കൊണ്ടിട്ടാലും വണ്ടി ഡ്രൈവിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പൊടി പുറകോട്ട് പോകാണ്ട് വണ്ടി മുന്നോട്ട് പോകും. അതൊക്കെയാണ് ഇതിന്റെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യണത്. ആ എഞ്ചിന്റെ ഓട്ടോമാറ്റിക് തപ്പി നടക്കുന്നവർ ഇപ്പൊ കൂടുതലും ലേഡീസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതെന്ന് പറയാൻ നേരത്ത് നമുക്ക് 4 രൂപ കൊടുക്കാം. ഇതിനൊക്കെ ഒരു 3 രൂപ ലോൺ എന്തായാലും കയറും. എല്ലാവരും അതെ, 2015 മോഡല് ZD വണ്ടിയാണ്. ഡീസൽ വണ്ടി. 1,23,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഇത് മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആയിട്ടൊന്നും അല്ല. ഇക്കട കൊച്ചെന്ന് പറഞ്ഞാൽ വണ്ടി കയറി വണ്ടി ലോക്കായി പോയപ്പോ അടുത്ത ബാക്ക് ഗ്ലാസ് പൊട്ടിച്ചിട്ട് ലോക്ക് മാറ്റാൻ നോക്കിയത്. പെട്ടെന്ന് വിളിക്കാരി അങ്ങനെ വന്നിട്ട് ബാക്ക് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും. 1,30,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഫുൾ അപ് ടു ഡേറ്റ്. ഓരോ 10,000-നും കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 6,25,000 രൂപ കൊടുക്കും. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ടയർ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം പക്കാ ക്വാളിറ്റി വണ്ടി. സോ ഇതൊക്കെ നമുക്ക് ഞാൻ പറയണത് മാത്രം നിങ്ങളെ കൂട്ടാക്കണ്ട. ഇവിടെ നമ്മുടെ അടുത്ത് ഇൻഡസ്ട്രി കാര്യങ്ങളുണ്ട്. ഇപ്പൊ മഹീന്ദ്രയുടെ വണ്ടികൾ കേൾക്കാനാണ് അതിന്റെ ഷോറൂം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 100% ഒന്നല്ലേ നിങ്ങളുടെ അടുത്തുള്ള മെക്കാനിക്കോ കാര്യങ്ങളോ ആരുമായിട്ട് വന്ന് ചെക്ക് ചെയ്യാം. അതല്ലാത്ത പക്ഷെ നമുക്ക് ഇവിടെ ഷോറൂമിൽ കൊണ്ടുപോയി നമുക്ക് ചെക്ക് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഒരു മൂല്യം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്നത് വന്നത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമായിരിക്കില്ല. പല ലോങ്ങിൽ നിന്ന് ഇപ്പൊ എനിക്ക് ഇഷ്ടംപോലെ എൻക്വയറീസ് പറഞ്ഞാൽ ലോങ് സൈഡിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ മെക്കാനിക്കായിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഇവിടെ തന്നെ കമ്പനിയുണ്ട്. മാരുതിയുടെ അരീന കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ഒക്കെ പോയി നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാനുള്ള അവസരങ്ങളുണ്ട്. വണ്ടി കാണാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ വണ്ടി നമ്പറൊക്കെ പറഞ്ഞു കൊടുത്ത് സർവീസ് നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഫുള്ള് ചെക്ക് ചെയ്ത് നിങ്ങൾ വണ്ടി എടുത്താൽ മതി. കസ്റ്റമർ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മുടെ വണ്ടി എടുക്കുക. ഇത് 2015 മോഡൽ ഡീസൽ സ്വിഫ്റ്റ് VDI സിംഗിൾ ഓണർ വണ്ടിയാണ്. 1 ബസ് ഓട്ടം സർവീസ് ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് 4,50,000 രൂപ ഈ വണ്ടിയും കൊടുക്കാം. ഫുൾ ലോൺ. അതായത് 24 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഞാൻ പറയില്ല ഫുൾ ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ മാക്സിമം എത്രയും പെട്ടെന്ന് എൻക്വയറി ചെയ്ത് എടുക്കാന്നുണ്ടെങ്കിൽ ചെയ്യുക. എന്ന് പറയുമ്പോൾ 2015 മോഡൽ തന്നെ ഓട്ടോമാറ്റിക് വണ്ടി VXI ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി. 71,000 കിലോമീറ്റർ. അതൊരു മാനുവൽ വണ്ടിയുടെ പ്രൈസിനൊക്കെ തന്നെ നമുക്കൊരു 3,75,000 രൂപ നമുക്ക് തരാം. അപ്പൊ ഒരു 3 രൂപ വരെയൊക്കെ നമുക്ക് എന്താണെങ്കിലും ലോണും കയറുന്ന വണ്ടിയാണ്. ഇത് 2017 മോഡൽ ഗ്രാൻഡ് ഐറ്റം മാഗ്ന വേരിയന്റ് ആണ് വരുന്നത്. 76,000 കിലോമീറ്റർ ഓയിട്ടുണ്ട്. ഇതും ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4,400 നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. സർവീസ് ഹിസ്റ്ററി ഉണ്ടാവും. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഫുള്ള് കമ്പനി സർവീസ് വണ്ടിയാണ്. ഈ വാഗണർ 2014 മോഡൽ പെട്രോൾ വണ്ടിയാണ്. ഇതും 62,000 കിലോമീറ്റർ ഓയിട്ടുള്ളൂ. VXI മാനുവൽ വണ്ടി. ഇത് ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം കിടക്കുന്ന വണ്ടിയാണ്. ഇതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 3,35,000 രൂപക്ക് ഫൈനൽ തന്നേക്കാം. 3,35,000 ഫൈനൽ തരാം. 2014 VXI കേട്ടോ. ഒരു പ്രൈസിൽ ലോൺ എത്ര കയറും? ഇതിന് നമുക്കൊരു 3 രൂപ എന്താണ് ലോൺ കയറും. ഇതിന് 3 രൂപയ്ക്ക് നമുക്ക് ലോൺ ചോദിച്ചു നോക്കാം. 3
എക്കോ മോഡ് ഇട്ട് ഓടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു 10-19 റേഞ്ച് മൈലേജ് കിട്ടും. സ്പോർട്സ് മോഡ് ഇട്ട് ഓടിക്കുവാണെങ്കിൽ ഒരു 10-15 മൈലേജ് എന്തായാലും അതിലും കിട്ടും. ഇതും ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. 4 പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് എങ്ങും കിട്ടാത്ത വിലയ്ക്ക് നമുക്ക് അതായത് 4,85,000 രൂപ 4,85,000 ആദ്യം തന്നെ കസ്റ്റമേഴ്സിന്. അതായത് ഇതിപ്പം 2016 TUV T8 16. 4,85,000 രൂപ എങ്ങും കിട്ടാത്ത വിലക്ക് നമുക്ക് ഇത് സ്വന്തമാക്കാം. ഇതിന് നമുക്ക് 4 രൂപയ്ക്ക് എന്താണ്ട് ലോൺ വരും. ഫുൾ ലോൺ കയറിയാൽ കാരണം ഓണർഷിപ്പ് തേടാണ്. അപ്പൊ അത് അല്ലെങ്കിൽ ഫുൾ ലോൺ കയറിയാൽ ഇതിപ്പോ സർവീസ് കാര്യങ്ങളെല്ലാം കമ്പനി സർവീസാണ്. ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓണർ ഒരു കച്ചവടക്കാരനായിരുന്നു വിട്ടത്. അപ്പൊ രണ്ടാമത്തെ ഓണർ ഉപയോഗിച്ച എല്ലാവരും കച്ചവടക്കാരൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഓണർ എടുത്തതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നല്ല ലോൺ കയറുള്ളൂ ഞാൻ പറഞ്ഞത്. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ തലയോലപ്പുറമാണ്. കോട്ടയം ജില്ലയാണ് വരുന്നത്. കോട്ടയം ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും മധ്യഭാഗത്തായി വരുന്ന തലയോലപ്പുറം. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെയൊക്കെ നാടായ തലയോലപ്പുറമാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. തലയോലപ്പുറമിൽ നിന്ന് കോട്ടയം റൂട്ട് പോകാൻ നേരത്ത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ഷോറൂമുകൾ കാണാം. ഒരു കിലോമീറ്റർ കഷ്ടി കോട്ടയം റോഡിലോട്ട് കയറുമ്പോൾ ഇവിടെ നിന്ന് വിസ്താരം അവിടുത്തെ ഷോറൂം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ എർട്ടിയുടെ ഡീറ്റെയിൽസ് എങ്ങനെ? ഈ എർട്ടിക എന്ന് പറഞ്ഞാൽ നമുക്ക് വാറന്റി ഇട്ട് കൊടുക്കാമെന്നോ, ഒന്നല്ലേ 3 മാസം വാറന്റി എടുക്കാം, അല്ലെ 10,000 കിലോമീറ്റർ എഞ്ചിൻ വാറന്റി എടുക്കാവുന്ന ഒരു എർട്ടിയാണ് ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തുന്നത്. 2012 മോഡൽ എർട്ടിക VDI 99,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിന് ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഫുൾ എഞ്ചിൻ പണിതേക്കണ വണ്ടിയാണ്. ഫുൾ എഞ്ചിൻ പണി അതുകൊണ്ടാണ് നമ്മൾ 100% ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഫുള്ള് ചുമ്മാ അലുക്കുലത്ത് പണിയല്ലേ ഇതേക്കണത്. എന്ത് കംപ്ലൈന്റ് വന്നാലും എഞ്ചിൻ പരമായിട്ട് എന്ത് കംപ്ലൈന്റ് വന്നാലും 100% ഗ്യാരണ്ടിയോടുകൂടി നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇങ്ങോട്ട് വരെ നമുക്ക് നേരെ അങ്ങോട്ടും പറഞ്ഞുവിടാം. കാരണം അതുപോലെ ഗ്യാരണ്ടി ഉള്ളതാണ്. ചുമ്മാ അലുക്കുലത്ത് പണി പണിതേക്കണല്ലേ. ഓക്കെ, എന്താ വില വരും ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 4,50,000 രൂപ കൊടുക്കാം. 4,50,000 കൊടുക്കാം. നമ്മളിപ്പോ രണ്ടാമത്തെ ഷോറൂമിൽ വന്നിട്ടുണ്ട്. കൂടുതൽ ടാക്സി വാഹനങ്ങളാണ് തോന്നുന്നു. ടാക്സി വണ്ടി ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. നമുക്ക് 2016 എറ്റിയോസ് 1,20,000 കിലോമീറ്റർ കമ്പനി സർവീസ് സിംഗിൾ ഓർഡർ വണ്ടി 5,35,000 രൂപ കൊടുത്തേക്കാം. 5,35,000 ഫൈനൽ പ്രൈസ് ആട്ടോ. പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. 2025 ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. 2 എറ്റിയോസ് കിടപ്പുണ്ട്. ഇത് കൂടാണ്ട് അപ്പുറത്തുണ്ട്, നമുക്ക് കാണിക്കാം. അത് കൂടാണ്ട് 2020 മോഡൽ 11-ാം മാസം വണ്ടിയാണ് വാഗണാർ VXI ആണ് വരുന്നത്. കമ്പനി CNG ഉള്ള വണ്ടിയാണ്. CNG വണ്ടികൾ ഇത് നമുക്ക് 4,65,000 രൂപ കൊടുക്കാം. ഇത് നമുക്ക് 4,000 രൂപ വരെ നമുക്ക് ലോൺ കയറുന്ന വണ്ടിയാണ് കേട്ടോ. കമ്പനി ഫിറ്റഡ് CNG ഉള്ള വണ്ടി വെറും 72,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് 2016 എക്സ്പ്രസ് തന്നെ കൺവേർട്ടഡ് ടു പ്ലാറ്റിനം ആണ്. സെക്കൻഡ് ഓണർ വണ്ടി. ഇത് ലൈഫ് ടാക്സ് വണ്ടി ആയിരുന്നു, പ്രൈവറ്റ് വണ്ടി ആയിരുന്നു, ടാക്സി ആക്കിയതാണ്. ഇത് ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് എന്നും കിട്ടാത്ത വിലക്ക് 5,35,000 രൂപ ഈ വണ്ടി തന്നേക്കാം. 5,35,000 2016 1,70,000 കിലോമീറ്റർ ഓടിയ കൺവേർട്ടഡ് ടു പ്ലാറ്റിനം എറ്റിയോസ്. എവിടെ കിട്ടും ഈ വിലക്കൊക്കെ വണ്ടികൾ? അതുപോലെ തന്നെ എർട്ടിക 2016 VDI സിംഗിൾ ഓണർ വണ്ടി 1,23,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വണ്ടി നമുക്ക് 6,00,000 രൂപ കൊടുത്തേക്കാം. 2016 സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി, SHI സെക്ഷൻ ഉള്ള വണ്ടി. ഇത് ഇന്നോവയുടെ കാര്യങ്ങൾ 2013 ഇന്നോവ G4 വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണ്. റീവണ്ടിയാണ്. 1,75,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഈ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 7,50,000 രൂപ കൊടുക്കാം. 7,00,000 രൂപ വരെയൊക്കെ ഫിനാൻസ് കിട്ടും. ഒരു 19 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറങ്ങാം. ഇത്തിരി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 7 സീറ്റ് വണ്ടിയാണ്. ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് 2010 മോഡൽ സാൻഡ്രോ ആണ്. 1,30,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഫുള്ള് ടെസ്റ്റിംഗ് കണ്ടീഷൻ ഇരിക്കണം വണ്ടി. അടുത്തോളം ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും വണ്ടിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറും ചെറിയ വിലക്ക് 85,000 രൂപ KC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ഉള്ള സാൻഡ്രോ നമുക്ക് കൊടുക്കാം കേട്ടോ. 85,000 രൂപയ്ക്ക്. അതായത് അടുത്തോളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫുള്ള് പെയിന്റിംഗ് കണ്ടീഷൻ എല്ലാം ചെയ്തെടുക്കണ വണ്ടി. ഇതിന് മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. പക്ക കണ്ടീഷൻ വണ്ടിയാണ്. അതുകൂടാണ്ട് സിംഗിൾ ഓർഡർ വണ്ടി അലുവ കൃഷ്ണ വണ്ടി കിടക്കുന്നത് സാൻഡ്രോ തന്നെയാണ്. 2011 മോഡൽ വെറും 71,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓർഡർ വണ്ടിയാണ്. ഇതിന് ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ അല്ല, ഈ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ചിന്നൽ വന്നിട്ട് മാറിയേക്കാണ്. കാരണം ഇവിടെ നമുക്ക് തുറന്നു നോക്കുമ്പോൾ അറിയാൻ പറ്റും ആക്സിഡന്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. ഈ വണ്ടി നമുക്ക് 1,35,000 രൂപ നമുക്ക് കൊടുക്കാവുന്ന വണ്ടിയാണ്. 1 രൂപ വരെയൊക്കെ നമുക്ക് ലോണും കിട്ടും. അതുകൂടാണ്ട് 2019 ആൾട്ടോ ഫുൾ ഫിനാൻസ് കിട്ടും 2,95,000 രൂപക്ക്. 2019 ആൾട്ടോ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് 2,90,000 രൂപക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ വിലക്ക് വേണ്ടവർക്ക് AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്പാർക്കാണ്. 2012 മോഡൽ സ്പാർക്കാണ് ഈ കിടക്കുന്നത്. ഈ വണ്ടി വെറും 58,000 രൂപക്ക് ഈ വണ്ടി കൊടുത്തേക്കാം. 58,000 രൂപക്ക് 2012 സ്പാർക്ക്. 2027 വരെ പേപ്പർ കാര്യങ്ങളുണ്ട്. പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ആണ് കിടക്കുന്നത്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ള വണ്ടി 80,000 കിലോമീറ്ററിന്റെ ഓടിയിട്ടുള്ളൂ. അപ്പൊ 2012 മോഡൽ ഇന്നോവ ടൈപ്പ് 4 ആക്കിയ വണ്ടി വെറും റീവണ്ടിയുടെ വിലക്ക് വെറും 7,50,000 രൂപക്ക് 2012 ടൈപ്പ് 4 ഇന്നോവ G4 ഇന്നോവ
ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 1,50,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ഇത് ഒമിനിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറയും. ഒമിനി നമുക്ക് വളരെ ലോ പ്രൈസിൽ കൊടുക്കാം. 2008 മുകളിൽ സിംഗിൾ ഓണർ വണ്ടി, 28 വരെ പേപ്പറുള്ള ഫുള്ള് പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് 5 സീറ്റ് ഒമിനി. വെറും 89,000 രൂപ നമുക്ക് കൊടുക്കാം കേട്ടോ. 89,000 രൂപ. 2019 മുതൽ CNG ഉള്ള ഇരിക്കുകയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 70,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് വെറും 3,85,000 രൂപ CNG ഉള്ള ഇരിക്കുക നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് 2015 മോഡൽ സ്വിഫ്റ്റ് ZX ആണ്. ഫുൾ ഫിനാൻസ് കൊടുക്കാൻ ഒരു വണ്ടി തന്നെയാണ്. ഇതും ZX പുഷ്പ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം ഉള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,10,000 കിലോമീറ്റർ ആണ്. ഇതിന്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്, ഡിക്കി റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ കമ്പനിയിൽ ഡെന്റ് കാര്യങ്ങൾ വന്നിട്ട് മാറിയേക്കുന്നതാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 4,50,000 രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാവുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പൊ 2013 മോഡൽ ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം നല്ലൊരു ഐറ്റന്റിയാണ്. ഡീസൽ വേരിയന്റ് വണ്ടിയാണ്. ഈ വണ്ടിക്ക് വേണമെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് അങ്ങോട്ട് കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. വെറും 3,25,000 രൂപ 2013 ഐറ്റന്റി മാഗ്ന വേരിയന്റ് വണ്ടി നമുക്ക് ഡീസൽ വണ്ടി നമുക്ക് കൊടുക്കാവുന്നതാണ്. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. 3,65,000 വരെ ലോണും കയറുന്ന വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ 2011 മോഡൽ 80,000 കിലോമീറ്റർ ഓടിയ ഒരു ഇനമാണ് ഈ കിടക്കുന്നത്. എറ വേരിയന്റ് വരുന്നതാണ്. ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ മാക്സിമം ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് 1,40,000 രൂപ നമുക്ക് കൊടുക്കാവുന്ന വണ്ടിയാണ് കേട്ടോ. അതുപോലെ 2016 സ്വിഫ്റ്റ് ഡിസൈർ ആണ് ഈ കിടക്കുന്നത്. വീഡിയോ വേരിയന്റ് വരുന്ന വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് 4,70,000 രൂപ നമുക്ക് കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി, ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. അപ്പൊ ഇനി മോഡൽ കൂടി ഒത്തിരി മോഡൽ കൂടിയ ആൾക്ക് പറ്റാത്തവർക്ക് വേണ്ടി 2018 മോഡൽ 55,000 കിലോമീറ്റർ കൂടിയ ആൾക്കാണ് ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ മാക്സിമം ഫുൾ ഓൺലി 2,65,000 രൂപ കൊടുക്കാം കേട്ടോ. Download now Motometer app.